മനുഷ്യരെല്ലാവരും നന്മയ്ക്കോ തിന്മയ്ക്കോ ഉള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആരായിരുന്നാൽ തന്നെയും താങ്കൾ സ്വാധീനം കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ക്രിസ്തുവും അപ്പോസ്തലന്മാരും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ദൈവരാജ്യം ഐഹികമായിരുന്നില്ല, ആത്മീയമായിരുന്നു എന്ന് നമുക്കറിയാം. അതിനർത്ഥം ഐഹിക കാര്യങ്ങളിൽ ദൈവം നമ്മെ കരുതുകയില്ല എന്നല്ല. മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നാകുന്നു ക്രിസ്തു അരുളി ചെയ്തത്. മനുഷ്യൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാനും ആത്മാവിന് ആശ്വാസം നൽകുവാനും ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുകമേറ്റെടുത്തുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ജീവിതത്തിൻ്റെ സംതൃപ്തിക്കായി അനേക മാർഗങ്ങൾ അന്വേഷിച്ച് പരാജയപ്പെട്ട സഭാപ്രസംഗി തൻ്റെ പ്രസംഗം തുടരുകയാണ്. സഭാപ്രസംഗി 9-ാം അധ്യായം. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ശലോമോൻ തൻ്റെ ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും കണ്ടെത്തുന്നതിനായി വിവിധ മാർഗങ്ങൾ പരീക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിലായി നാം കണ്ടുകൊണ്ടിരുന്നത് നല്ല പ്രവൃത്തി ചെയ്ത് സംതൃപ്തി അടയുവാനായി ശലോമോൻ പരീക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. ധാർമ്മികൻ, അതെ, നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ എന്നാണ് ആ വ്യക്തിയെ നാം വിളിച്ചത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലാണ് നാം അവനെ കാണുന്നത്. താങ്കൾ നല്ലവനായി ജീവിച്ച് നന്മ ചെയ്താൽ ദൈവം താങ്കളെ അംഗീകരിക്കുമെന്ന് പറയുന്ന ആ വ്യക്തി, തൻ്റേതായ പ്രയത്നം കൊണ്ട് സ്വർഗത്തിൽ പോകാം എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ, ഞാൻ ദോഷമൊന്നും ചെയ്യാതെ കഴിയുന്നിടത്തോളം നന്മ ചെയ്ത് ജീവിച്ച് എൻ്റെ രക്ഷ നേടാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ പറയുന്നവരുടെ ചിന്താഗതി. അവന് വാസ്തവത്തിൽ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനമോ സന്തോഷമോ ഉണ്ടായിരിക്കുകയില്ല. നല്ല സൽക്കാരങ്ങളിലും പാർട്ടികളിലുമൊക്കെ അവൻ ആനന്ദം കണ്ടെത്തുവാൻ ശ്രമിക്കുമെങ്കിലും വാസ്തവത്തിൽ അവൻ സന്തോഷമുള്ളവനായിരിക്കുകയില്ല. തൻ്റെ ജീവിതത്തിലെ ശൂന്യതയെ ഒന്ന് പൊതിഞ്ഞു വെക്കുവാനായിട്ടുള്ള ശ്രമം മാത്രമാണ് ഈ സന്തോഷ പ്രകടനങ്ങൾ, അല്ലെങ്കിൽ ഈ നല്ല പ്രവൃത്തികൾ. സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ നാം കാണുന്ന ഈ പഠിപ്പിക്കലുകൾ സൂര്യന് കീഴിലുള്ള മനുഷ്യൻ്റെ തത്വചിന്തയാണ് എന്ന് മറക്കരുത്. അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അത് ക്രിസ്തീയമായ പഠിപ്പിക്കലല്ല, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുമല്ല. ഇതിൽ നമുക്ക് ലഭിക്കുന്നത് സൂര്യന് കീഴിലുള്ള മനുഷ്യൻ്റെ തത്വചിന്തയാണ്. സൂര്യന് കീഴിലെ പ്രാകൃതനായ പാപിയായ മനുഷ്യൻ്റെ നിഗമനങ്ങളാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തെ വളരെ സൂക്ഷ്മതയോടെ നാം കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ നിന്ന് ഉപദേശങ്ങൾ സ്ഥാപിക്കുവാൻ ശ്രമിക്കരുതെന്ന് ചുരുക്കം. അനേകരും ഇതിലെ ഏതെങ്കിലും ഒരു വാക്യമെടുത്ത് നല്ലതെന്ന് തോന്നി പലപ്പോഴും വ്യാഖ്യാനിക്കരുതെന്ന് കേൾക്കാറുണ്ട്. ഞാൻ ആദ്യമേ തന്നെ അതേക്കുറിച്ച് പറഞ്ഞല്ലോ. തിരുവചനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ പ്രസ്താവനകൾ നമുക്കിതിൽ കാണുവാൻ കഴിഞ്ഞെന്ന് വരും. അവ തിരുവചനത്തിലെ ശ്രേഷ്ഠമായ പഠിപ്പിക്കലുകൾക്കും ഉപദേശങ്ങൾക്കും ഘടകവിരുദ്ധമായിരിക്കും. അതുകൊണ്ട് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകം വിമർശകരും നിരീശ്വരന്മാരും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമത്രേ. അവർ ഇതിൽ നിന്നും ധാരാളം ഉദ്ധരിക്കാറുണ്ട്. ജീവിതത്തെക്കുറിച്ച് നിഷേധാത്മകമായ ഒരു കാഴ്ചപ്പാടാണ് ഇതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നെഗറ്റീവായിട്ടുള്ളത്. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യൻ്റെ ആ ചിന്താഗതി, ആ മനുഷ്യനെക്കുറിച്ചാണ് ശലോമോൻ ഈ പുസ്തകത്തിൽ പ്രസ്താവിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം നാം ഓർത്തിരിക്കേണ്ടതാണ്. ദൈവത്തെ കൂടാതെ സന്തുഷ്ടനായിരിക്കാൻ അവൻ പരീക്ഷണങ്ങൾ നടത്തി എന്ന് ശലോമോൻ പറയുന്നു.
ശലോമോന് സൂര്യന് കീഴിൽ അവന് ചെന്നെത്തുവാൻ കഴിഞ്ഞ സകല നിഗമനങ്ങളുമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിധത്തിലാണ് ലോക മനുഷ്യൻ ജീവിതത്തെ കാണുന്നത്. അതുകൊണ്ട് അവിശ്വാസികൾ ഈ പുസ്തകത്തെ തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിലെ പല വാക്യങ്ങളും എടുത്തു പറഞ്ഞിട്ട് വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ അർത്ഥം എന്താ, ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? സൂക്ഷിക്കണം. സഭാപ്രസംഗി, അതെ, ശലോമോൻ സൂര്യൻ്റെ കീഴിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ലോകത്തിലെ കാര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങളല്ല. ക്രിസ്ത്യ ജീവിതം ദൈവമായിരിക്കുന്ന സ്ഥാനത്ത്, അതായത് സ്വർഗസ്ഥലങ്ങളിലുള്ള അനുഭവമാണ് ക്രിസ്തീയ ജീവിതം പറയുന്നത്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് സൂര്യന് കീഴിലുള്ള മനുഷ്യന് ജീവിതത്തെക്കുറിച്ച് ഉണ്ടായിരിക്കുന്നത്. നാം രണ്ട് വ്യത്യസ്ത ജീവിത വഴികളെയാണ് കാണുന്നത്. ഒന്ന്, സൂര്യന് കീഴിലുള്ള ജീവിതം ദൈവത്തെ കൂടാതെയുള്ള ജീവിതമാണ്. ദൈവത്തെ കൂടാതെയുള്ള ഭാവിയും നിത്യതയുമാണ് അതിനുള്ളത്. ക്രിസ്ത്യ ജീവിതം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെടുകയും ജീവിതത്തിൽ ദൈവകൃപ അവൻ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് രണ്ട് വ്യത്യസ്തമായ ജീവിത തലങ്ങളാണ് ഇവിടെയുള്ളത്. ഒന്നിൻ്റെ നിയമങ്ങളും പ്രമാണങ്ങളും മറ്റേതിന് പ്രായോഗികമല്ല എന്ന് ഓർത്തിരിക്കണം. അവ തമ്മിൽ വലിയ അന്തരമാണുള്ളത്. അതുകൊണ്ട് അവിശ്വാസിയായ ഒരു മനുഷ്യനോട്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ എന്ന് പറയുന്നതിൽ യാതൊരർത്ഥവുമില്ല. ആ മനുഷ്യൻ ക്രിസ്തുവിലായിട്ട് പോലുമില്ല. അവൻ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല. അതുകൊണ്ട് അവന് ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ കഴിയുകയില്ല. അവൻ വീണ്ടും ജനനം പ്രാപിക്കാൻ ആദ്യം ചെയ്യേണ്ടത്. അത് നടക്കാതെ ഈ പറഞ്ഞതായ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പുതിയ സൃഷ്ടിയായി തീരണം അവൻ ആദ്യം. ജീവിതത്തിൽ ശലോമോൻ പരീക്ഷിച്ചു നോക്കിയ പരീക്ഷണങ്ങളുടെ രേഖയാണ് സഭാപ്രസംഗിയിൽ നാം കാണുന്നത് എന്ന് ഞാൻ ഇതിനു മുൻപ് പല പ്രാവശ്യം പറഞ്ഞല്ലോ. സൂര്യന് കീഴിലുള്ള സകലതും അവൻ പരീക്ഷിച്ചു നോക്കി. തൻ്റെ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുകയായിരുന്നു ഈ പരീക്ഷണങ്ങളുടെ ഉദ്ദേശം. അതിൻ്റെ വെളിച്ചത്തിലായിരിക്കണം ഇത് മുഴുവൻ വ്യാഖ്യാനിക്കേണ്ടത്. ശലോമോൻ ജ്ഞാനം പരീക്ഷിച്ചു നോക്കി. എന്നാൽ പുസ്തകം ചമയ്ക്കുന്നതിൽ യാതൊരു അന്തവുമില്ല എന്ന തീരുമാനത്തിലാണ് അവൻ ഒടുവിൽ എത്തിച്ചേർന്നത്. ജീവിത സുഖങ്ങളെ പരീക്ഷിച്ചു. അതിൻ്റെ ഫലം, ഞാൻ ജീവിതത്തെ വെറുത്തു എന്ന് അവൻ തന്നെ പറഞ്ഞു. ധനം പരീക്ഷിച്ചു നോക്കി. വെള്ളിയെ സ്നേഹിക്കുന്നവൻ അതിനാൽ സംതൃപ്തി കണ്ടെത്തുകയില്ല എന്ന നിഗമനത്തിൽ അവൻ എത്തിച്ചേരുകയാണ് ചെയ്തത്. പിന്നീട് അവൻ മതത്തെ പരീക്ഷിച്ചു നോക്കി. അതൊരു മനുഷ്യനെയും നേരെയുള്ള പാതയിൽ എത്തിക്കുകയില്ല എന്ന തീരുമാനത്തിലാണ് ശലോമോൻ എത്തിയത്. കീർത്തിയും സൽപ്പേരും പിന്നീട് പരീക്ഷിച്ചു നോക്കി. അതായത് അവൻ ധാർമ്മികത പരിശോധിച്ചു. ഇതെല്ലാം മായയും വൃഥാ പ്രയത്നവുമാകുന്നു എന്ന തീരുമാനത്തിൽ ശലോമോൻ എത്തിച്ചേർന്നു. അത് മാത്രമേ അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞുള്ളൂ. ദൈവത്തെയും ക്രിസ്തുവിനെയും കൂടാതെ ജീവിതം ശൂന്യമാണ്, അർത്ഥശൂന്യമാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതായ വാക്കുകൾ നാം സാധാരണ പലരും പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അവൻ പറയുകയാണ്, ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നീ ഞങ്ങളെ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു. നിന്നിൽ സ്വാസ്ഥ്യം കണ്ടെത്തുന്നത് വരെ ഞങ്ങൾ അസ്വസ്ഥരാണ്. ഭൂലോകം മുഴുവനും ഹൃദയത്തിൽ വെച്ചാലും പിന്നെയും അത് നിറയാത്ത വിധമാണ് മനുഷ്യഹൃദയം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിനെ കൂടാതെയുള്ള സകല വഴികളും നിരാശയിലേക്കും ശൂന്യതയിലേക്കുമായിരിക്കും പോകുന്നത്. ക്രിസ്തുവിനോടുകൂടെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും ധാരാളമായി അനുഭവിക്കുവാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാനുള്ള പരിശ്രമത്തിലാണോ? ഓരോന്നിങ്ങനെ പരീക്ഷിച്ച് താങ്കളുടെ ആയുസ് പോകുന്നത് അറിയില്ല. യഥാർത്ഥ സന്തോഷവും സമാധാനവും താങ്കളുടെ അടുത്ത് തന്നെയുണ്ട്. അതിനുവേണ്ടി എങ്ങും തേടിപ്പോകേണ്ടതില്ല. ദൈവപുത്രനായ ക്രിസ്തു അത് തരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും ഹൃദയവാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാം
സഭാപ്രസംഗയുടെ പുസ്തകം 8-ാം അധ്യായം വരെയാണ് പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 9-ാം അധ്യായം പഠിക്കുവാൻ ആരംഭിക്കുകയാണ്. ഞാൻ 1-ാം വാക്യം വായിക്കാം. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഇതൊക്കെയും നീതിമാന്മാരും ജ്ഞാനികളും അവരുടെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു എന്നുള്ളതൊക്കെയും തന്നെ ശോധന ചെയ്യുവാൻ ഞാൻ മനസ്സുവെച്ചു. സ്നേഹമാകട്ടെ ദ്വേഷമാകട്ടെ ഒന്നും മനുഷ്യൻ അറിയുന്നില്ല, സർവവും അവരുടെ മുമ്പിൽ ഇരിക്കുന്നു താനും. അവൻ ഭാവിയെക്കുറിച്ച് ചിന്താകുലപ്പെടുന്നില്ല. നിത്യതയെക്കുറിച്ച് അവന് യാതൊരു അറിവും ഇല്ലാത്തത് കൊണ്ട് അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. 2-ാം വാക്യത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ കാണുന്നത്, എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. നീതിമാനും ദുഷ്ടനും, നല്ലവനും നിർമ്മലനും, മലിനനും, യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു. പാപിയും നല്ലവനും, ആണ പേടിക്കുന്നവനും ആണ ഇടുന്നവനും ഒരുപോലെയാകുന്നു. ഏത് വഴിയിൽ താങ്കൾ പോകുന്നു എന്നതിൽ വലിയ മാറ്റമൊന്നും ഉണ്ട് എന്ന് ശലോമോന് തോന്നുന്നില്ല. ഏതായാലും എല്ലാവരും ഒരേ ഇടത്ത് ചെന്ന് ചേരുന്നു എന്നിവിടെ പറയുന്നു. ഇത് ദൈവത്തിൻ്റെ ഉത്തരമല്ല. ഇത് നാം പ്രത്യേകം ഓർത്തിരിക്കണം. തനിക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ജീവിതങ്ങളെ സൂക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കുമ്പോൾ സൂര്യന് കീഴിലുള്ള മനുഷ്യൻ ഇപ്രകാരമാണ് കാണുന്നത്. അതാണ് ശലോമോൻ പറയുന്നത്. ഇന്നും മനുഷ്യർ ഇങ്ങനെ പറയുന്നത് നാം കേൾക്കാറുണ്ടല്ലോ. ദൈവമുണ്ട്, ദൈവത്തെ വിളിക്കുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥം? എല്ലാവരും ഒരുപോലെയല്ല. ഇത് മനുഷ്യൻ്റെ ചിന്തയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ചിന്ത ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു ദൈവ പൈതലിന് ആ ചിന്തയാണ് ഉണ്ടായിരിക്കേണ്ടത്, സ്വർഗീയമായ ചിന്ത. 9-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യൻ്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിലും ഒരു തിന്മയത്രേ. മനുഷ്യരുടെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്. അതിൻ്റെ ശേഷമോ അവർ മരിച്ചവരുടെ അടുക്കിലേക്ക് പോകുന്നു. ഒരു വ്യക്തി എന്തിന് ജോലി ചെയ്യണം? ജീവിതം വലിയൊരു ഭാഗ്യ പരീക്ഷണം മാത്രമാണ്. താങ്കളുടെ സാഹചര്യങ്ങൾക്ക് അടിമയാകുന്നു. സൗഭാഗ്യവാനായ മനുഷ്യൻ അത് മറ്റുള്ളവരുമായി പങ്കിടേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ തത്വചിന്തകന്മാർ പുതിയ കാര്യങ്ങൾ വാസ്തവത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല. അതല്ലേ വാസ്തവം? ശലോമോൻ രാജാവ് അതിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ന് നാം പറഞ്ഞു കേൾക്കുന്നതൊക്കെ പണ്ടുണ്ടായിരുന്നവ തന്നെ, അല്ലെങ്കിൽ ഇതിനു മുൻപ് അറിഞ്ഞിരുന്നത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. 4-ാം വാക്യത്തിൽ, ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവനൊക്കെയും പ്രത്യാശയുണ്ട്. ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ നല്ലതല്ലോ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ള ചിന്താഗതിയാണ് വാസ്തവത്തിൽ ഇവിടെ പ്രതിഫലിക്കുന്നത്. അപ്പോൾ താങ്കൾ ഒരു മൂഢനായിരുന്നാലും ബുദ്ധിമാനായിരുന്നാലും വലിയ വ്യത്യാസമൊന്നും തന്നെ ഇല്ല എന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ താങ്കൾ ഒരു മൂഢനായിരുന്നാൽ പോലും മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ മരിച്ച അവസ്ഥയേക്കാൾ ജീവിച്ചിരിക്കുന്നതാണ് നല്ലത്. കാരണം ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ നല്ലതല്ലോ എന്ന് ശലോമോൻ പറയുന്നു. 5-ാം വാക്യം, ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. മേലാൽ അവർക്ക് ഒരു പ്രതിഫലവുമില്ല, അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ. ആത്മാവ് നിദ്ര കൊള്ളുന്നു എന്ന ചിന്താഗതിയാണ് ഇവിടെയുള്ളത്. ആത്മാവ് നിദ്ര കൊള്ളുന്നു. 10-ാം വാക്യത്തിലും ഏതാണ്ട് ഇത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം, ഇതെല്ലാം സൂര്യന് കീഴിലുള്ള മനുഷ്യൻ്റെ നിരീക്ഷണങ്ങളാണ്. മരണത്തിന് ശേഷം ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവൻ ഈ വിധത്തിലാണ് ജീവിതത്തെ കാണുന്നത്. അതുകൊണ്ടത്രേ ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ നല്ലതാകുന്നു എന്ന് ശലോമോൻ പറയുന്നത്. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരീരം മണ്ണിൽ വയ്ക്കുന്നു, അതായത് ശവക്കുഴിയിൽ നിദ്ര കൊള്ളുന്നത് ശരീരമാണ്, ആത്മാവല്ല. ഒരു ആത്മാവ്, ദൈവപൈതലിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് തിരുവചനം വളരെയധികം വ്യക്തമായി പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും
ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ആത്മാവ് അഥവാ യഥാർത്ഥ വ്യക്തി കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നു, ശരീരം വിട്ട് കർത്താവിനോട് ചേർന്നിരിക്കുന്നു. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ശരീരം നമ്മുടെ ഭൗമിക കൂടാരം മാത്രമാണ്, മൺകൂടാരങ്ങളാണ്. അവയിൽ നിന്ന് നാം ഒരിക്കൽ വിട്ടുപോകും. നമ്മുടെ നിത്യമായ ഭവനം ഇതല്ല. 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവരുടെ സ്നേഹവും ദേഷ്യവും അസൂയയും നശിച്ചുപോയി. സൂര്യന് കീഴെ നടക്കുന്ന യാതൊന്നിലും അവർക്കിനി ഒരിക്കലും ഓഹരിയില്ല. ഈ അധ്യായത്തിൽ ജീവിതത്തെ വ്യർത്ഥവും അർത്ഥമില്ലാത്തതും ശൂന്യവുമായിട്ടാണ് കാണുന്നത്. സകലത്തിൻ്റെയും അവസാനം മരണമാകുന്നു എങ്കിൽ മനുഷ്യൻ വെറും മൃഗത്തെപ്പോലെ മാത്രമാണില്ലേ? ഈ പരിണാമ സിദ്ധാന്തക്കാരൻ പറയുന്നത് മനുഷ്യൻ ഒരിക്കലൊരു മൃഗമായിരുന്നു എന്നത്രേ. എന്നാൽ സൂര്യന് കീഴിലെ ഈ മനുഷ്യൻ പറയുന്നത് മനുഷ്യൻ ഇപ്പോൾ മൃഗത്തെപ്പോലെ ആകുന്നു എന്നാണ്. രണ്ടിൻ്റെയും അനന്തര ഫലം ഒന്ന് തന്നെ. മനുഷ്യനും ഒരു മൃഗത്തെപ്പോലെ മരിക്കുന്നു. യാതൊരു പ്രത്യാശയുമില്ലാത്തവനായി, അല്ലെങ്കിൽ യാതൊന്നും ഇതിനപ്പുറമില്ലാത്തവനായി അവൻ ഇവിടെ നിന്ന് പോകുന്നു എന്നിവിടെ സൂര്യന് കീഴിലുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ഭൂമിയിലുള്ള മനുഷ്യൻ പറയുന്നു. നാം ദൈവകരത്തിൽ ആയിരിക്കുന്നു എന്നറിയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവകരത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും വീണ്ടും നാം അവൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നും അറിയുന്നത് ഈ പറയുന്ന ചിന്താഗതിയിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമായ സംഗതിയാണ്. ആരുമില്ല, ഇവിടം കൊണ്ട് തീരും എന്നുള്ള ചിന്ത ജീവിതത്തെ നിഷേധാത്മകമായി മാത്രം കാണുവാൻ നമ്മെ സഹായിക്കും. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, നീ ചെന്ന് സന്തോഷത്തോടുകൂടെ അപ്പം തിന്നുക, ആനന്ദ ഹൃദയത്തോടെ വീഞ്ഞു കുടിക്കുക, ദൈവം നിൻ്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. മരണം ജീവിതത്തിൻ്റെ പരിസമാപ്തിയാകുന്നു എന്ന് ചിന്തിക്കുന്ന നല്ല മനുഷ്യൻ ഉല്ലാസവേളകളിൽ തൻ്റെ ആനന്ദം കണ്ടെത്തുന്നു. ആനന്ദത്തോടെ വീണ്ടും അവൻ മദ്യപിക്കുന്നു. ഏറ്റവും വിരസമായ ജീവിതമാണ് അതിൻ്റെ ഫലമെന്ന് അവൻ അറിയുകയില്ല. മരണമാകുന്നു ജീവിതത്തിൻ്റെ അവസാനം. അതുകൊണ്ട് കിട്ടിയിരിക്കുന്ന സമയം പരമാവധി ആസ്വദിക്കാമെന്ന് ചിന്തിക്കുന്നത് എത്രയോ പരാജയപ്പെട്ട ഒരു ചിന്താഗതിയാണ്. ഓരോ ദിവസവും വിലപ്പെട്ടതാണ്, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. പാഴാക്കാനായിട്ട് നമുക്ക് സമയമില്ല. 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിൻ്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിൻ്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. ഈ പറയുന്ന മനുഷ്യൻ നല്ലവണ്ണം വസ്ത്രധാരണം നടത്തുകയും നല്ല വേഷം കാണിക്കുകയും ചെയ്യും. അങ്ങനെ നടക്കുവാനാണ് അവൻ്റെ ആഗ്രഹം. അതുകൊണ്ട് മറ്റുള്ളവർ അവനൊരു കുഴപ്പവുമില്ല, അവൻ സന്തോഷമുള്ളവനാകുന്നു എന്ന് ചിന്തിക്കുന്നത് കണ്ട് സന്തോഷിക്കുവാൻ പലരും ആഗ്രഹിക്കുന്നു. എന്നാൽ അപ്പോഴും അവരുടെ ഹൃദയത്തിലെ ശൂന്യതാബോധം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, സൂര്യന് കീഴെ അവൻ നിനക്ക് നൽകിയിരിക്കുന്ന മായയായുള്ള ആയുഷ്കാലത്തൊക്കെയും നീ സ്നേഹിക്കുന്ന ഭാര്യയോടുകൂടെ മായയായുള്ള നിൻ്റെ ആയുഷ്കാലമെല്ലാം സുഖിച്ചുകൊള്ളുക. അതല്ലോ ഈ ആയുസ്സിലും സൂര്യൻ്റെ കീഴിൽ നീ ചെയ്യുന്ന പ്രയത്നത്തിലും നിനക്കുള്ള ഓഹരി. നീ നിൻ്റെ വിവാഹ ജീവിതം ആനന്ദപൂർണ്ണമാക്കുക. ഇതാണ് സൂര്യന് കീഴിലുള്ള മനുഷ്യൻ്റെ ഉപദേശം. അനേകം അവിശ്വാസികളായ ഭാര്യാഭർത്താക്കന്മാർ അവരുടെ ഒരുമിച്ചുള്ള ജീവിതത്തിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. അവരുടെ ജീവിതം എല്ലായ്പ്പോഴും അസന്തുഷ്ടമാണെന്ന് ഞാൻ പറയുകയില്ല. ജീവിതം സന്തുഷ്ടമാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും ജീവിതം സന്തോഷകരമാക്കുവാൻ അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അവർ മനഃശാസ്ത്രജ്ഞന്മാരുടെ അടുത്ത് പോവുകയും പ്രത്യേക ഉപദേശങ്ങൾ തേടുകയും ഒക്കെ ചെയ്യുന്നു. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. ശവക്കുഴിയിൽ കിടക്കുന്ന ശവശരീരത്തിന് കയ്യിൽ ഒരു ചുറ്റിക പിടിക്കുവാൻ കഴിയില്ല എന്നത് ശരി തന്നെ. തലച്ചോറിന് പഠിക്കുവാനോ ചിന്തിക്കുവാനോ ഉള്ള കഴിവുണ്ടായിരിക്കുകയില്ല. ശലോമോൻ ശരീരത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക.
ശവക്കുഴിയിൽ വയ്ക്കപ്പെടുന്നത് ശരീരമാണ്, ആത്മാവല്ല. താങ്കൾ ഒരു ദൈവ പൈതലാകുന്നു എങ്കിൽ താങ്കൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകും. താങ്കൾ ഒരു ദൈവ പൈതലല്ല എങ്കിൽ വലിയ വെള്ളസിംഹാസനത്തിൻ്റെ മുൻപാകെ ന്യായവിധിക്കായി ഒരു ദിവസം ഉയർത്തെഴുന്നേറ്റ് വരും. അതുവരെ മരിച്ചവരുടെ സ്ഥലത്തേക്ക് പോകും. ഈ ലോകജീവിതം കൊണ്ട് സകലവും അവസാനിക്കുകയല്ല ചെയ്യുന്നത്. സാമൂഹികമായ അനീതിയെക്കുറിച്ചും ന്യൂനപക്ഷത്തെക്കുറിച്ചും തുടർന്ന് നാം കാണുന്നു. 11-ാം വാക്യം, പിന്നെയും ഞാൻ സൂര്യന് കീഴെ കണ്ടത്, വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല. അവർക്കൊക്കെയും കാലവും ഗതിയും അത്രേ ലഭിക്കുന്നത്. സൂര്യന് കീഴിലുള്ള മനുഷ്യൻ്റെ നിരീക്ഷണങ്ങൾ അവനെ ജീവിതം ഒരു ഭാഗ്യപരീക്ഷണമാണെന്ന വിശ്വാസത്തിലേക്കാണ് നയിക്കുന്നത്. അതൊരു വലിയ ഭാഗ്യക്കുറി മാത്രമാണ്. താങ്കൾ ആരായി ജനിക്കാൻ ഇടയായാലും താങ്കൾക്ക് താങ്കളുടേതായ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതേക്കുറിച്ച് നിങ്ങൾക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതാണ് ഇവിടെ വ്യക്തമാക്കുന്ന ആശയം. 12-ാം വാക്യത്തിൽ കാണുന്നത്, മനുഷ്യൻ തൻ്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെപ്പോലെയും കെണിയിൽ അകപ്പെടുന്ന പക്ഷികളെപ്പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോകുന്നു. സമയവും ഭാഗ്യവുമാണ് ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എങ്കിൽ താങ്കൾ വലയിൽ അകപ്പെടുന്ന മത്സ്യത്തെപ്പോലെ നിസ്സഹായൻ മാത്രമാണ്. വളരെ അപകടകരമായ ഒരു വിധിവിശ്വാസമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ നമ്പർ വന്നാൽ എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന ചിന്തയാണ് ഇങ്ങനെയുള്ളവരെ ഭരിക്കുന്നത്. മനുഷ്യനൊരു വലയിൽ പിടിക്കപ്പെട്ട മത്സ്യത്തെപ്പോലെയാണെന്നത്ര ശലോമോൻ പറയുന്നത്. നന്മ പ്രവർത്തിക്കുന്ന സാന്മാർഗിക്കും വേറെ വിശദീകരണം ഒന്നും നൽകുവാൻ ഇല്ല. ഈ വിധിവിശ്വാസം ആകുന്ന തത്വചിന്തയിലേക്ക് അവൻ നിർബന്ധിതനായി വീഴുകയാണ്. തുടർന്ന് ശലോമോൻ ഒരു ചെറിയ ഉപമ പറയുന്നു. 14-ാം വാക്യത്തിൽ, ചെറിയൊരു പട്ടണം ഉണ്ടായിരുന്നു, അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു. വലിയൊരു രാജാവ് അതിൻ്റെ നേരെ വന്ന് അതിനെ നിരോധിച്ചു. അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു. നൂറ്റാണ്ടുകൾ പരിശ്രമിച്ചിട്ടും മനുഷ്യന് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവം അതിനുവേണ്ടി ഇനി എത്ര സമയം കൂടി നൽകണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? രക്ഷിക്കപ്പെടാത്ത മനുഷ്യർക്ക്, പരിഗണിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയ ജനത്തിനെതിരെ ഒരു വലിയ രാജാവ് വരുമെന്നാണ് ഇവിടെ ശലോമോൻ പറയുന്നത്. 15-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ അവിടെ സാധുവായൊരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തൻ്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ആരാണ് വന്ന് വിടുതൽ നൽകിയ വ്യക്തി? അവൻ്റെ പേരാണ് ജ്ഞാനം അഥവാ ക്രിസ്തു. അവൻ ഈ ഭൂമിയിൽ ഒരു സാധുവായി വന്നു. കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവയ്ക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് യേശുവിന് വാസ്തവത്തിൽ പറയുവാൻ കഴിയുമായിരുന്നു. അവിടുന്ന് ഒരു സാധുവായിരുന്നു. 16-ഉം 17-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ജ്ഞാനം ബലത്തേക്കാൾ നല്ലത് തന്നെ, എങ്കിലും സാധുവിൻ്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു. അവൻ്റെ വാക്കാരും കൂട്ടാക്കുന്നതുമില്ല എന്ന് ഞാൻ പറഞ്ഞു. 17-ാം വാക്യം, മൂഢന്മാരെ ഭരിക്കുന്നവൻ്റെ അട്ടഹാസത്തേക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനികളുടെ വചനങ്ങൾ നല്ലത്. ഒടുവിൽ യേശു കർത്താവിൻ്റെ ശബ്ദം മാത്രം നിലനിൽക്കും. അവൻ വരുമ്പോൾ അവൻ്റെ ശബ്ദം പ്രധാന ദൂതൻ്റെ ശബ്ദം പോലെയും കാഹളത്തിൻ്റെ നാദം പോലെയും മുഴങ്ങും. അവൻ്റെ ശബ്ദം ഈ ഭൂമിയിൽ മുഴങ്ങുന്നതായ സമയം വരുവാൻ പോകുന്നു. 18-ാം വാക്യത്തിൽ നാം കാണുന്നത്, യുദ്ധായുധങ്ങളെക്കാളും ജ്ഞാനം നല്ലത്, എന്നാൽ ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ച് കളയുന്നു. ഈ അധ്യായത്തിൽ പറഞ്ഞതിൻ്റെ എല്ലാം ചുരുക്കം ഇവിടെ ഈ വാക്യത്തിൽ നൽകിയിരിക്കുന്നു. യുദ്ധായുധങ്ങളെക്കാളും ജ്ഞാനം നല്ലത്. ക്രിസ്തു അണുശക്തിയേക്കാളും ആറ്റം ബോംബിനേക്കാളും നല്ലതാകുന്നു. ജ്ഞാനം യുദ്ധായുധങ്ങളെക്കാൾ നല്ലതാകുന്നു. അതെ,
വഴിത്താരയില്ലാത്ത വിശാലമായ സമുദ്രത്തിൽ കൂടി കപ്പിത്താൻ എങ്ങനെയാണ് വലിയ കപ്പലിനെ ഉദ്ദേശിച്ച സ്ഥാനത്ത് മറുകര എത്തിക്കുന്നത്? രേഖാശാസ്ത്രത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രീക്ക് തത്വജ്ഞാനി കാണിച്ചു തന്ന തത്വങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഉപയോഗിച്ചാണ് ഈ കപ്പിത്താൻ അപ്രകാരം ചെയ്യുന്നത്. അപ്പോൾ ജ്ഞാനം യുദ്ധായുധങ്ങളെക്കാളും നല്ലതാണ്, അല്ലേ? ഇവിടെ പറയുന്നത്, എന്നാൽ ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ച് കളയുന്നു എന്ന്. ഒരു വ്യക്തിയുടെ ജീവിതം മറ്റുള്ളവരിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. തെറ്റായ വഴിയിലാണെങ്കിൽ ഈ സ്വാധീനം കൂടുതൽ ശക്തിമത്തായിരിക്കുകയും ചെയ്യും. ചരിത്രം ഇതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ആദാം പാപം ചെയ്തു. അവൻ്റെ പാപം മനുഷ്യജാതിയെ മൊത്തമായി ബാധിക്കുകയാണ് ചെയ്തത്. ആഖാൻ പാപം ചെയ്തു. അതിൻ്റെ ഫലമായി ഒരു ജനത മുഴുവനായി പരാജയപ്പെട്ടു. അവർക്ക് വിജയിക്കുന്നതിന് മുൻപായി ആഖാൻ്റെ പാപത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു. രഹബയാമിൻ്റെ, അതായത് ശലോമോൻ്റെ മകൻ രഹബയാമിൻ്റെ പാപത്തിൻ്റെ ഫലമായി ഇസ്രായേൽ രാജ്യം വിഭജിക്കപ്പെടുവാനിടയായി. അതെ, അനന്യാസിൻ്റെയും സഫീറയുടെയും പാപം മൂലം ആദിമസഭയ്ക്ക് ആദ്യത്തെ പരാജയം അനുഭവിക്കേണ്ടി വന്നു. ആ ദിവസം മുതൽ സഭ മുമ്പിലത്തേതുപോലെ ഒരിക്കലും ശക്തമായിരുന്നിട്ടില്ല എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. ഓരോ വ്യക്തിയും ഓരോ പ്രസംഗകനാണ്, ഓരോ ഉപദേശിയാണ്. അവരവരുടെ ജീവിതത്തിൽ കൂടി സംസാരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് അവനെ തടസ്സപ്പെടുത്തുവാൻ ആർക്കും തന്നെ കഴിയുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം എല്ലാവരും പ്രസംഗകരാണ്. താങ്കളുടെ ജീവിതത്തിൽ കൂടി താങ്കളുടെ ചുറ്റുപാടിനോട് സംസാരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്ന് സ്വയം നല്ലവരെന്ന് നടിക്കുന്നവർ മാർഗതടസ്സക്കാരാകുന്നു. ദൈവത്തിങ്കിലേക്കുള്ള മാർഗ തടസ്സമാണ് അവർ സൃഷ്ടിക്കുന്നത്. അവർ പറയുന്നത്, എന്നെപ്പോലെ ജീവിക്കുക, ഞാൻ ദൈവത്തെ കൂടാതെയാണ് ജീവിക്കുന്നത്, ഞാൻ നല്ല പ്രവൃത്തി മാത്രം ചെയ്യുന്നു എന്നാണ്. അതുപോലെ തെറ്റായ മറ്റൊന്നും തന്നെ ഇല്ല സുഹൃത്തെ. താങ്കൾ ആരായിരുന്നാൽ തന്നെയും ഒരു പ്രസംഗകനാണ്, സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാകുന്നു. ഒരുപക്ഷെ ഒരു ചെറിയ കൂട്ടത്തിലായിരിക്കും, എങ്കിലും താങ്കൾ മറ്റുള്ളവരെ സ്വാധീനിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് മറക്കരുത്. നിങ്ങളുടെ ഭവനത്തിലൊരു പ്രസംഗകനാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും നിങ്ങളുടെ കാൽച്ചുവടുകൾ പിൻപറ്റുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ ആ കൊച്ചു കുഞ്ഞായിരിക്കും, ഒരുപക്ഷെ താങ്കളെ നോക്കുന്നതായിട്ടുള്ള മറ്റാരെങ്കിലും ആയിരിക്കും. നിങ്ങൾ അങ്ങനെയുള്ളവരെ എവിടേക്കാണ് നയിക്കുന്നത്? നിങ്ങളുടെ സ്വാധീനത്താൽ അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഒരു വലിയ സമൂഹത്തെ നിങ്ങൾ ഒരുപക്ഷെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ജോലി രംഗത്തുള്ളവരെ ആയിരിക്കാം. ചിന്തിച്ചു നോക്കിക്കാട്ടെ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരങ്ങളെ നിങ്ങൾ എപ്രകാരമാണ് ഉപയോഗിക്കുന്നത്? എത്ര വലിയ പാഠങ്ങളാണ് ഇതിലൂടെ ശലോമോൻ നമുക്ക് പറഞ്ഞു തരുന്നതല്ലേ? ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്, അത് നമ്മെ ശക്തീകരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഭാഗങ്ങൾ നമ്മെ കൂടുതൽ പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വിശ്വസിക്കുവാനും ലളിതവും ഭാരമില്ലാത്തതുമായ ദൈവകൽപ്പനകൾ അനുസരിക്കുവാനുമാണ് ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്. രക്ഷയ്ക്കുള്ള ദൈവത്തിൻ്റെ വഴി ആരും തുച്ഛീകരിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.